വിശുദ്ധ ബൈബിളിൽ നാം സാധാരണയായി വായിക്കുന്ന അല്ലെങ്കിൽ നമുക്കറിയുന്ന ഒരു കഥയാണ് നഷ്ടപ്പെട്ട മകൻ്റെ ഉപമ, അല്ലെങ്കിൽ മുടിയൻപുത്രൻ എന്നൊക്കെ നമ്മൾ പറയും. വിശുദ്ധ ബൈബിളിൽ മുടിയൻപുത്രൻ എന്ന് പറയുന്നില്ല, നഷ്ടപ്പെട്ട മകൻ എന്നേ പറയുന്നുള്ളൂ. പിതാവിൻ്റെ കയ്യിൽ നിന്ന് തനിക്കുള്ളതെല്ലാം വാങ്ങിച്ച്, അല്ലെങ്കിൽ തൻ്റെ ഭാഗം എല്ലാം വാങ്ങിച്ച് വീട് വിട്ടു പോകുന്ന മകൻ പണമെല്ലാം ദൂർത്തടിച്ച് ഒരു ദിവസം അവന് സുബോധം വന്നു എന്ന ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അപ്പോൾ സുബോധം വന്നിട്ട് അവൻ. എന്തുകൊണ്ടാണ് പലപ്പോഴും തലമുറകൾ നഷ്ടപ്പെട്ടു പോകുന്നത്? ബോധമില്ലാത്തത് കൊണ്ടാണ്. സുബോധം ഉണ്ടായെങ്കിൽ മാത്രമേ അവർ മടങ്ങി വരത്തുള്ളൂ. ഈ മകൻ മടങ്ങി വരികയാണ്. മകൻ മടങ്ങി വരുമ്പോൾ എൻ്റെ ഒരു ചിന്ത, മകൻ ഈ അപ്പൻ്റെ അടുത്തേക്ക് വരുമ്പം അപ്പൻ്റെ അടുത്ത് വന്ന് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതാണ്, ഇനിയും ഞാൻ നിൻ്റെ മകനെന്ന് വിളിക്കാൻ ആ പേരിന് യോഗ്യനല്ല. സ്വർഗത്തോട് നിന്നോട് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? പാപം ചെയ്തിരിക്കുന്നു. അതായത് തനിക്കൊരു തെറ്റു പറ്റി, ആ തെറ്റ് വലുതാണ് എന്നൊരു ബോധ്യം തനിക്കുണ്ടായി. റിയൽ റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത്, മാനസാന്തരം എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ പറ്റിയ തെറ്റിനെക്കുറിച്ചുള്ള അനുതാപം. പല ആളുകൾക്കും ഇന്ന് അനുതാപമില്ലാത്തത് കൊണ്ടാണ് ഈ തെറ്റുകൾ ദൈവസന്നിധിയിൽ തുറന്നു പറയാൻ മടി കാണിക്കുന്നത്, തെറ്റുകളിൽ തുടരുകയാണ്. എന്നാൽ ഈ മകൻ അനുതാപമുണ്ടായി, അവൻ അപ്പനോട് പറയുന്നു, അപ്പൻ്റെ മകനാണെന്നുള്ള യോഗ്യത എനിക്ക് വേണ്ട, ഒരു വേലക്കാരനായിട്ട് എന്നെ കണക്കാക്കിയാൽ മതി, കാരണം ഞാൻ എല്ലാം നഷ്ടപ്പെടുത്തിയവനാ, ഞാൻ ഒത്തിരി ഓടി അകന്നു പോയവനാ, ദൈവത്തിൽ നിന്ന് ഒത്തിരി ദൂരേക്ക് പോയവനാ എന്ന് പറഞ്ഞ് താൻ അപ്പൻ്റെ കാൽക്കൽ വന്ന് വീഴുമ്പം അപ്പൻ എന്താ ചെയ്തെന്നറിയാമോ? അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവനോട് പറയുകയാണ്, നീ ഇനിയും വേലക്കാരനല്ല, എൻ്റെ നഷ്ടപ്പെട്ട മകനെ ദൈവം എനിക്ക് മടക്കി തന്നിരിക്കുക. നീ മരിച്ചവനായിരുന്നു, എന്നാൽ എനിക്ക് അവനെ കണ്ടുകിട്ടി, അവന് ജീവിച്ചിരിക്കുന്നു. ഒരപ്പൻ്റെ സന്തോഷം കണ്ടേ. ഇന്ന് ദൈവം പറയുന്നത്, കർത്താവിൻ്റെ വചനം നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ആരെങ്കിലുമൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, പാപത്തിൽ പെട്ടുപോയെങ്കിൽ, സുബോധമില്ലാതെ ബോധം നഷ്ടപ്പെട്ടവരായി തീർന്നെങ്കിൽ, കുടുംബത്തിൽ നിന്ന് വിട്ടുപോയതാ, ആരെയും വിളിക്കത്തില്ല, ആരോടും ബന്ധമില്ല, അല്ലെങ്കിൽ ചർച്ചിൽ പോയിട്ട് ദിവസങ്ങളായി ദൈവമായിട്ടുള്ള ബന്ധമില്ലെങ്കിൽ, ഇന്ന് നിങ്ങൾക്ക് ദൈവം സുബോധം തരിക. എന്തിനാണെന്നറിയാമോ? മടങ്ങി വരാൻ, കർത്താവിങ്കിലേക്ക് മടങ്ങി വരാൻ, സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി വരാൻ. പിന്മാറിപ്പോയോ? മദ്യപിച്ചും പുകവലിച്ചും പാപത്തിലും തെറ്റിലുമൊക്കെ വീണ് പിന്മാറിപ്പോയെങ്കിൽ ദൈവം വിളിക്കുന്നു, തിരികെ വരിക. കാത്തിരിക്കുന്നൊരു നല്ല പിതാവുണ്ട്. ആ പിതാവ് നിങ്ങളെ കെട്ടിപ്പിടിച്ച് നിങ്ങൾക്ക് പുതിയ വസ്ത്രം തരും. നിങ്ങൾ മടങ്ങി വരുന്നതും കാത്തിരിക്കുക. അതാണ് യഥാർത്ഥത്തിലുള്ള യേശുവിൻ്റെ സ്നേഹം. നമ്മൾ എത്ര ദൂരം ഓടിപ്പോയാലും, എത്ര നഷ്ടപ്പെട്ടു പോയാലും തോളിലേറ്റിക്കൊണ്ട് വരുന്നൊരു നല്ല ഇടയനാണല്ലോ കർത്താവ്. ബഹുദൂരം ഓടിപ്പോയാലും, എല്ലാം നഷ്ടപ്പെടുത്തിയാലും വീണ്ടും തിരിച്ചു വരാൻ നമുക്കൊരവസരമുണ്ട്. അത് യേശുവിൽ മാത്രമാണ്. നിങ്ങൾ കർത്താവിനെ അറിഞ്ഞ വ്യക്തിയാണ്, എന്നാൽ കൂട്ടുകാർ കൂടി പാപത്തിലും തെറ്റിലും ഒക്കെ പെട്ടുപോയെങ്കിൽ കർത്താവ് പറയുന്നു, മടങ്ങി വാ, ഞാൻ നിന്നെ കാത്തിരിക്കുക. എല്ലാം നഷ്ടപ്പെടുത്തി, പ്രശ്നമില്ല, നീ എൻ്റെ മകനാ. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് നമ്മുടെ ആ മകനെന്നുള്ള ആ ഒരു ടൈറ്റിൽ നമുക്ക് തിരിച്ചു തരാൻ വേണ്ടിയാണ്. നമ്മൾ നഷ്ടപ്പെട്ടു പോയവരാ, പാപത്തിൽ വീണു പോയവരാ, മകനെന്ന് വിളിക്കപ്പെടാൻ യോഗ്യനല്ല. പക്ഷേ കർത്താവ് പറയുക, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം തന്നിരിക്കുക. അതെ, പുത്രനായ യേശുവിനെ നമുക്ക് തന്നു. അപ്പാ പിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നു. നഷ്ടപ്പെട്ടു പോയവർ ഇന്ന് മടങ്ങി വരണം. പാപത്തിൽ പെട്ടുപോയവർ ഇന്ന് മടങ്ങി വരണം. ദേഷ്യപ്പെട്ടും പകലും പിണക്കത്തിലും പോയവർ ഇന്ന് മടങ്ങി വരണം. കാരണം ഇന്ന് തന്നെയാണ് ഏറ്റവും നല്ല ദിവസം. ദൈവത്തിലേക്ക് ഓടി വരാൻ, അടുത്ത് വരാൻ. ആ പിതാവിൻ്റെ സ്നേഹം ഒന്ന് കണ്ടേ. വലിയ സദ്യ ഒരുക്കി നാട്ടുകാരെ എല്ലാം വിളിച്ച് ആഘോഷിക്കുക. അതെ, സ്വർഗത്തിലും ഒരു വലിയ അത്താഴം ഒരുങ്ങുന്നുണ്ട്. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അതെ, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു നല്ല പിതാവുള്ളത് കൊണ്ട് ആ ദിവസത്തിലേക്ക് ഓടി വരണം. മുടിയൻപുത്രനായി, നഷ്ടപ്പെട്ടവനായി വീട് വിട്ട് പോകണ്ട, ചർച്ച വിട്ട് പോകണ്ട, മടങ്ങി വരിക. കർത്താവ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾക്കിവിടെ ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. പാപിയാണ്, തെറ്റിപ്പോയി, എനിക്കിനി പ്രതീക്ഷയില്ലെന്ന് പറയുന്നെങ്കിൽ, എല്ലാം നഷ്ടപ്പെട്ടെന്ന് പറയുന്നെങ്കിൽ, നിങ്ങളെ കാത്തിരിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങളെ പുതുക്കി പണിയാൻ യേശുവിന് നിങ്ങളെ പണിയാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ യേശുവിന് കഴിയും. മദ്യപാനവും ഡ്രഗ്സും ഒക്കെ മാറ്റാൻ യേശുവിന് കഴിയും. യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ദൈവം നിങ്ങൾക്ക് രൂപാന്തരം നൽകും. കർത്താവെ, ഞങ്ങളുടെ പ്രിയ സ്നേഹിതനെ, പ്രിയ സഹോദരിയെ ദൈവാരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവിൽ നിന്ന് അകന്നുപോയി, അന്യപ്പെട്ടുപോയി, തെറ്റിപ്പോയി. എന്നാൽ ഇന്ന് ആ നഷ്ടപ്പെട്ട മകൻ മടങ്ങി വന്നതുപോലെ അവർ മടങ്ങി വരാൻ കർത്താവ് കൊടുക്കുന്ന മുഖാന്തരത്തിനായി സ്തോത്രം. ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരട്ടെ, ആത്മീയ കൂട്ടായ്മയിലേക്ക് മടങ്ങി വരട്ടെ, സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി വരട്ടെ, മാതാപിതാക്കൾ ഒരുമിച്ച് സന്തോഷത്തോടെ നിൽക്കട്ടെ. അതിനുള്ള അവസരം കർത്താവ് കൊടുക്കണമേ. കാണാതെ പോയതിനെ തിരഞ്ഞെടുപ്പാൻ അങ്ങ് വന്നു എന്ന് വചനം വായിക്കുന്ന പോലെ ഇന്ന് ഒരാളുടെ മടങ്ങി വരുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. മടക്കിക്കൊണ്ട് വരുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ നന്മയാലും നിറയ്ക്കണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0
988022197 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.